ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. പിന്നെ ഇന്നലത്തെ ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വയ്യായിരുന്നു, സുഖമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു 3 ദിവസത്തോളമായി ഞാൻ വീഡിയോ എടുത്തിട്ട്. അതുവരെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ, അതിന് മുന്നേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ദിവസം മുന്നേ വരെ ഉള്ള വീഡിയോസാണ് ഇപ്പോൾ ഞാൻ ഞായറാഴ്ച ഇടുന്ന വീഡിയോസാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ ബുധൻ അങ്ങനെയായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു മോർണിംഗ് വ്ളോഗും ഈവനിങ് വ്ളോഗ് വേറെ ആയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 1-2 വീഡിയോ എടുത്തതുകൊണ്ടാണ് എനിക്ക് 2 വീഡിയോ ഏറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് കൂടി എനിക്ക് 2 ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തു വെച്ചതുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. 3-ാമത്തെ ദിവസം എനിക്ക് വീഡിയോ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ആ വയ്യാതിരിക്കുന്ന ദിവസത്തിൽ 3-ാമത്തെ ഒരു ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ 3 ദിവസത്തെ വീഡിയോ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നുള്ളത്. എങ്കിൽ കൂടി ഞാൻ 1-2 ക്ലിപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുക്കണം എടുക്കാതിരിക്കില്ല. കാരണം എടുക്കാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഓരോ വിശേഷങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുക, അതിനൊരു പണിയില്ല എന്നുള്ള വല്ല ധാരണകളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് കേട്ടോ. കാരണം ഫോൺ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണമെങ്കിൽ കൂടി നമുക്കതിന് പറ്റണം, അതിന് തോന്നണം. പിന്നെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചാൽ കൂടി ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് 1-2 ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ആ എടുത്തു വെച്ചതുകൊണ്ട് തന്നെ ഒരു 3 ദിവസത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതേ കുറച്ച് പണികളുണ്ടായിരുന്നു. നെല്ലിക്ക അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ എന്താ പറയുക, കടുകും മുളകല്ല, ഉലുവയും കടുകൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചിടാനുണ്ടായിരുന്നു. അതുപോലെ കായപ്പൊടി ചേർക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വിനാഗിരി ചേർക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർക്കലൊക്കെ ആയിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നെല്ലിക്ക അച്ചാർ ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയല്ല, കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ മിക്സ് ചെയ്യണത് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന വീഡിയോ അത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ചായക്ക് ഇതേ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തിയും കൂടെ കാന്താരി മുളകും ഉള്ളിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയും കൂടെ ആയിരുന്നേ. അപ്പോൾ പ്രത്യേകിച്ച് വയ്യാതെ എന്തെങ്കിലും ഇരിക്കണ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മധുരക്കിഴങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കാണിക്കുന്ന വീഡിയോ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 ദിവസത്തെ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതേ കുറച്ച് മീൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വേഗം വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ തട്ടിമുട്ടി പോയിട്ടോ. രാത്രി ആകുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് ഏട്ടനൊരു കല്യാണത്തിന് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായേ.
അപ്പോൾ അവരുടെ ഫ്രണ്ട്സും ഒക്കെ കൂടി പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അവരുടെ ഭംഗി കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് തന്നൊരു സംഭവമായിരുന്നു അത്. 2-3 വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അത് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒറ്റ വീഡിയോ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളേ. ബാക്കിയൊക്കെ എന്തേ ആയതെന്ന് ചോദിച്ചാൽ അതിപ്പോൾ എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് അവിടേക്ക് കയറി ചെല്ലുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയിലൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ 2-3 ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അതൊന്നും കാണാനില്ല, എന്ത് ആവോ. പിന്നെ ഇതിലുള്ളൊരു പക്ഷേ ഇതെങ്ങനെയല്ല കേട്ടോ, നല്ല ഭംഗിയിലുള്ളൊരു ക്ലിപ്പ് അത് വേറെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കാണാനില്ലേ. ഇത് മാത്രമേ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അത് എന്തായി എന്നുള്ളത് ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ആ ഒരു ക്ലിപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറേ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുള്ള സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ റോഡിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ അങ്ങോട്ട് ചെല്ലുന്ന ഒരു സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതന്നെ രാവിലെ നമ്മളെ പണികൾക്ക് അടുത്ത് നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് നമുക്ക് എന്തൊക്കെയോ ഒരുമാതിരിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ അങ്ങോട്ട് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ. പണികളൊക്കെ തീർത്തിട്ട് വേഗം ഒന്ന് സൈഡാവണം എന്നുള്ളൊരു മട്ടിലാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ നീറ്റ് ടൈമിൽ എന്തൊക്കെ പണികളൊക്കെ തീർക്കാൻ പറ്റുമോ അത്രയും പണികൾ തീർത്ത് വയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ദേ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൂസിന് സുഖമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ വെള്ളിയാഴ്ച ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച അപ്പൂസിന് അംഗനവാടിയിൽ ടൂറ് പോകുന്നൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വൈകിയാണെങ്കിൽ ടൂർ പോകണം എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല, അവന് കഫക്കെട്ടൊന്നും ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിൻ്റെ കാര്യം ഏതായാലും ചീറ്റി പോയിട്ടുണ്ടേ. അപ്പോൾ അവനോട് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ടീച്ചർ ടൂർ പോകണ കാര്യമൊക്കെ. അപ്പോൾ അവനും പോവാന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോണ ഒരു സമയമാകുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് അവൻ നേരമണം ഭക്ഷണം ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പച്ചരിപ്പൊടിയാണെങ്കിൽ വാങ്ങിയത് തീർന്നും പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ട് അവനാണെങ്കിൽ കഴിക്കണമില്ല കേട്ടോ. ചോറും കഴിക്കണില്ല, ചായക്കടി ഉണ്ടാക്കിയിട്ടും കഴിക്കണില്ല. അപ്പോൾ എന്തായാലും ഇന്നലെ പച്ചരിപ്പൊടി കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പച്ചരിപ്പൊടിയൊക്കെ കൊണ്ടുവന്നു. ഇന്നിപ്പോൾ അതേ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. നൂൽപുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പുട്ടാണെന്നുണ്ടെങ്കിലാണ് കുറച്ചൊന്ന് കിട്ടാൻ വൈകുക. പക്ഷേ നൂൽപുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചരിപ്പൊടി എങ്ങനെയായാലും ഇവിടെ വാങ്ങിക്കണുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതും പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് വേഗം അങ്ങനെയാണ്. അപ്പോൾ അവന് ഇന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നത് കുറച്ചതിൽ ഇത് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ദിവസമായി ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇത്രയൊരു ബുദ്ധിമുട്ട്, ഇത്രയൊരു റിസ്ക് ഇതിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ മാവ് നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് തിരിച്ചിട്ട് എന്താ പറ്റിയതെന്ന് ചോദിച്ചാൽ എന്തോ പറ്റി. ഇതിൽ 2 ദിവസമായിട്ട് നുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിരിച്ച് എവിടെയെങ്കിലും അവർ തിരിച്ചത് ശരിയാവാഞ്ഞിട്ട് എവിടെയെങ്കിലും കിടന്ന് എന്തെങ്കിലും ആയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം ഈ തിരിക്കണ സാധനം വളയെ മറ്റോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കും ആവില്ല എന്ന് എനിക്കൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് ശരിയാവാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഞാനതൊക്കെ ഒരു കണക്കിനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 ട്രിപ്പ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അവൻ കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനം ഉണ്ടായിരുന്നത്. പിന്നെ മനുവിനാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ
2 ദിവസം മുന്നേ തന്നെ ഞാൻ 2 തേങ്ങയൊക്കെ എടുത്ത് ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. വയ്യായ്ക വരുന്നുണ്ട് എന്ന് നേരത്തെ തോന്നിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തേങ്ങ ചിരവിയതൊക്കെ ഉണ്ടായിരുന്നേ. ചെറുപയർ ഇന്നലെ കറിക്ക് വേണ്ടിയിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുപയർ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. നൂൽപുട്ടിൽ തേങ്ങ ഇടുന്നത് മനുവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുക. ബൈ.